നമസ്കാരം. പ്രണയം, വിശ്വാസം, ചേർച്ച, പൊരുത്തം ഇതെല്ലാം കേട്ട് മടുത്തിരിക്കുകയാണ് എങ്കിൽ ഒരു നിമിഷം നിൽക്കൂ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ബന്ധങ്ങളുടെ ഒരു റിയൽ മുഖത്തെക്കുറിച്ചാണ്, ഒരു യഥാർത്ഥ മുഖത്തെക്കുറിച്ച്. ഈ റോസാപ്പൂക്കൾക്കും മെഴുകുതിരി വെട്ടങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ബന്ധങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ഈ സത്യങ്ങളെ കാണാതെ പോകുന്നു, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നു. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് ഒരുപക്ഷെ നമ്മുടെ ബന്ധങ്ങളുടെ അടിത്തറയെ തന്നെ, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യങ്ങളെ തന്നെ മാറ്റിമറിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഈ വീഡിയോയിൽ ബന്ധങ്ങളെക്കുറിച്ച് ആരും അങ്ങനെ ഒത്തിരി പറയാത്ത, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിർണായകമായി തീരാനായിട്ട് സാധ്യതയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ബന്ധങ്ങളിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട സത്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തേത് ഇതാണ്: ബന്ധങ്ങൾ വിജയിക്കാൻ സ്നേഹം മാത്രം പോരാ എന്നുള്ളതാണ്. ലവ് ഈസ് നോട്ട് ഇനഫ്. സ്നേഹം എന്ന് പറയുന്നത് ഒരു ബന്ധത്തിൻ്റെ അടിത്തറയാണ്. എന്നാൽ അത് മാത്രം നമ്മുടെ ബന്ധങ്ങളെ പിടിച്ചു നിർത്താനായിട്ട് തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബന്ധം നിലനിർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു നല്ല തുറന്ന ആശയവിനിമയം, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഒരു പരസ്പര ബഹുമാനം, ഒരു വൈകാരികമായിട്ടുള്ള ഒരു പക്വത, ഇമോഷണൽ മച്യൂരിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഒരു കണ്ടിന്യൂസ് എഫേർട്ട്, അല്ലെ, ഒരു തുടർച്ചയായിട്ടുള്ള നമ്മുടെ ശ്രമം, ഇതെല്ലാം നമ്മുടെ ബന്ധത്തെ വിജയിപ്പിക്കാനായിട്ട് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട് പണിയാനായിട്ട് നമുക്ക് ഒരു ഫൗണ്ടേഷൻ വേണം. നല്ല അടിത്തറ ഉണ്ടെങ്കിലാണ് ആ വീടിന് ബലമുണ്ടാവുക. അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് ഈ നമ്മൾ പണിയുന്ന ഈ ബന്ധത്തിൻ്റെ ഒരു അടിത്തറയാണ്. അതിൻ്റെ ഭിത്തിയും മേൽക്കൂരയും ഒക്കെയാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫർട്ടും, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനും, അതുപോലെ തന്നെ നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നതും, ഇമോഷണൽ മച്യൂരിറ്റിയും, ഇതെല്ലാം ഇതുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളില്ലാതെ നമ്മുടെ സ്നേഹത്തെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് കഴിയില്ല. അപ്പം നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടും, നിങ്ങൾ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്നേഹത്തോടൊപ്പം, അല്ലെങ്കിൽ അതിന് ബലം നൽകേണ്ട പല കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് അത് പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവപ്പെടാത്തത് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു സത്യം എന്നുള്ളത്, നമ്മുടെ ബന്ധങ്ങൾ തിരിച്ചറിയുന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അനുഭവപ്പെടുന്ന ആകർഷണം അത് കാലക്രമേണ മാറും. അട്രാക്ഷൻ ചേഞ്ചസ് ഓവർ ടൈം. അത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ നമ്മുടെ ആദ്യ കാലങ്ങളിലെ ആ തീവ്രമായിട്ടുള്ള ആകർഷണവും ആ ഒരു അടുപ്പവുമൊക്കെ നമുക്ക് പതുക്കെ അത് മങ്ങിപ്പോവുക എന്നുള്ളത് യഥാർത്ഥ ബന്ധത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്നേഹം യഥാർത്ഥത്തിൽ വളരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ശാന്തമായ നിമിഷങ്ങളിലായിരിക്കാം. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈ മരം ചുറ്റി ഓടുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ നല്ല ഒരു കടലിലൂടെ ഒരു സ്പീഡ് ബോട്ടിൽ പോകുമ്പോഴോ മാത്രമല്ല നമ്മുടെ ആ സ്നേഹം നമുക്ക് അനുഭവപ്പെടാനായിട്ട് കഴിയുക, അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിൻ്റെ ഊഷ്മളത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. ചിലപ്പോൾ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ദമ്പതികൾ ഒരുമിച്ചിരുന്ന് ഒരു കപ്പ് ചായ കുടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പുറത്തൊരു 2 കസേരയിട്ട് മാനത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണി അവർ സംസാരിച്ചിരിക്കുന്ന ആ നിമിഷത്തിലായിരിക്കും ഒരുപക്ഷെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കാനായിട്ട് കഴിയുക. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ജീവിതത്തിൻ്റെ ശാന്തമായ നിമിഷങ്ങളിലായിരിക്കാം ഒരുപക്ഷെ ഈ സ്നേഹം, അല്ലെങ്കിൽ ഈ ബന്ധം നമുക്ക് കൂടുതൽ ദൃഢമായിട്ട് മാറുന്ന അനുഭവം നമുക്കുണ്ടാവുക. അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ ഈ കാണുമ്പോഴുള്ള, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയിലുള്ള അട്രാക്ഷൻ കുറയുമ്പോഴും നമ്മുടെ ബന്ധത്തെ എങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് അല്ലെങ്കിൽ അത് കഴിയണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമ്മളെ തീർച്ചയായിട്ടും ഈ ബന്ധത്തെ പിടിച്ചു നിർത്താനും അതിനെ വളർത്താനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ ബന്ധവും നിലനിൽക്കാനായിട്ട് അതിനൊരു സേവന ഘടകമുണ്ട്. എന്ന് പറഞ്ഞാൽ എവറി റിലേഷൻഷിപ്പ് ഹാസ് എ സർവീസ് കമ്പോണൻറ്റ്. ഒരു സേവന ഘടകമുണ്ട്. അപ്പോൾ ഈ ബന്ധങ്ങളിൽ ഈ സേവനത്തിൻ്റെ കൈമാറ്റം നടന്നില്ല എങ്കിൽ ആ ബന്ധത്തിൻ്റെ ശക്തി കുറഞ്ഞു പോകും എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇതൊരു കച്ചവടം പോലെ കാണരുത്. അതായത് ഒരു കാര്യം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ നമുക്കൊരു സാധനം ലഭിക്കുന്നത് പോലെ എന്തോ ഒരു സംഭവം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കുറച്ച് സ്നേഹം കിട്ടുന്നു, പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്. പരസ്പരമുള്ള ഒരു കരുതലും, അങ്ങനെ മനസ്സിലാക്കി അംഗീകരിച്ച്
സ്നേഹിച്ച് പോകുന്ന ആ ഒരു ബന്ധത്തിനിടയിൽ നടക്കുന്ന കൊടുക്കൽ വാങ്ങലുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവിനെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ഭാര്യയ്ക്ക് തലവേദന വരികയാണെന്ന് വിചാരിക്കുക. ഭാര്യയാണ് വീട്ടിലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഈ തലവേദന അനുഭവിക്കുമ്പോൾ ഭർത്താവ് സ്നേഹത്തോടെ അവളോട് പറയുന്നു, നീ ഇന്നൊന്നും എടുക്കണ്ട. എന്നിട്ട് ഒരു ഗ്ലാസ് നല്ല കട്ടൻ ചായ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അവളോട് പറയുകയാണ്, ഇന്ന് കുക്ക് ചെയ്യേണ്ട, നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം ഞാൻ മേടിച്ചുകൊണ്ട് വരാം, ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, നീ ഇന്ന് റെസ്റ്റ് എടുക്കുക. അപ്പോൾ അവിടെ ഒരു കൊടുക്കൽ വാങ്ങൽ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ ഭർത്താവിന് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമോ ടെൻഷനൊക്കെ ആയിട്ട് വീട്ടിൽ വരുമ്പോൾ ഭാര്യ പറയുന്നു, എല്ലാം ശരിയാവും, ഇതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ടതില്ല. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടക്കുമ്പോഴാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു ഷെയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെയറിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുക. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എവിടെ ഈ സേവന ഘടകം ഇല്ലാണ്ടായി പോകുന്നോ, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ സ്നേഹത്തോടെ നടക്കുന്നില്ലാതെ വരുന്നോ, അവിടെ ബന്ധത്തിൻ്റെ ശക്തി കുറയും എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇനി ബന്ധത്തെക്കുറിച്ചുള്ള 4ാമത്തെ ഒരു സത്യം എന്നുള്ളത്, തർക്കമല്ല നമ്മുടെ ബന്ധങ്ങളിലെ പ്രശ്നം, പ്രശ്നത്തെ ഒഴിവാക്കുന്നതാണ് യഥാർത്ഥ പ്രശ്നം. കോൺഫ്ലിക്റ്റ് ഈസ് നോട്ട് ദ പ്രോബ്ലം, ബട്ട് അവോയ്ഡൻസ് ഈസ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മളുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ്. അവിടെ പ്രശ്നങ്ങളുണ്ടാവാം, അവിടെ പ്രതിസന്ധികളുണ്ടാവാം, സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ തർക്കങ്ങളെ എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യകരമായ രീതിയിൽ നമ്മുടെ തർക്കങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഒരു നല്ല രീതിയിൽ ഈ വഴക്കുകൾ പോലും ഒരുപക്ഷെ സ്നേഹം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ വഴക്കുകൾ ഒരിക്കലും ആരെങ്കിലും ഒരാൾ ജയിക്കാൻ വേണ്ടി ആവരുത്, മറിച്ച് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി കൂടുതൽ സ്നേഹിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ആ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ടുള്ള ഒരവസരമായിട്ട് അത് മാറേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് സംസാരിക്കുകയും ഒരുമിച്ച് അതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തില്ല എങ്കിൽ ആ ഒരു വഴക്കിന് ശേഷം ഒരാൾ ജയിക്കുന്ന ഒരു അനുഭവമാണ് വരുന്നത് എങ്കിൽ അത് ബന്ധത്തിലുള്ള അകൽച്ച കൂട്ടും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അതുകൊണ്ട് ഒരു വഴക്കിന് ശേഷം ഒരാൾ ജയിക്കരുത്, മറിച്ച് 2 പേരും ജയിക്കണം. കാരണം അവരുടെ സ്നേഹം മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തമായിട്ട് ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്തി പുതിയ വഴികളിലേക്ക് നടക്കാനായിട്ട് അവരെ സഹായിക്കുന്നതായിട്ട് മാറണം. ഇനി ബന്ധങ്ങളെക്കുറിച്ചുള്ള 5ാമത്തെ സത്യം എന്നുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് നമ്മളോട് തന്നെയാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ഈസ് വിത്ത് യുവർ സെൽഫ്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് നമ്മളോടുള്ള ബന്ധം ഇല്ലാണ്ട് വന്നാൽ, അതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മറ്റെല്ലാ ബന്ധങ്ങളെയും സ്വാധീനിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ സ്വയം സ്നേഹിക്കാനായിട്ട് പഠിക്കണം. അപ്പം നമ്മൾ ആ ഒരു സ്വയം സ്നേഹം നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരും. നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നു, നമ്മൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ നടക്കാൻ തുടങ്ങും, നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങും, നമ്മൾ നമ്മുടെ അപ്പിയറൻസ് ശ്രദ്ധിക്കാൻ തുടങ്ങും, നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് പുറമേ നിന്ന് കാണുന്ന ഒരു പാർട്ട്ണറുടെ ജീവിതത്തിലും അത് സ്വാധീനം ചെലുത്തും. അപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സീരിയസ് ആവുമ്പോൾ അവർ നമ്മളെക്കുറിച്ചും സീരിയസ് ആയിട്ട് വരുന്ന ഒരു അനുഭവത്തിലേക്ക് ഇത് വരും. അതുകൊണ്ട് ഓർക്കണം, എല്ലാ ബന്ധങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് നമ്മളോടുള്ള സ്നേഹവും നമുക്ക് നമ്മളോടുള്ള ബന്ധവുമാണ്. സ്വയം നമ്മളെ സ്നേഹിക്കാതെ മറ്റൊരാളെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയാറില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് നന്നായി കഴിയുക. അപ്പം അതുകൊണ്ട് ഇക്കാര്യം നമുക്ക് ഓർക്കാം. ഈ 5 സത്യങ്ങളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്? നിങ്ങളുടെ ജീവിതത്തിൽ ഈ സത്യങ്ങൾ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നന്നായി നിങ്ങളുടെ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കാനായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ഈ വീഡിയോ കണ്ടതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.